നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മാരിവില്ലും ഗോപുരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിൽ ലേറ്റസ്റ്റ് ഇറങ്ങി ഇന്ദ്രജിത്തിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള മാരിവില്ലും ഗോപുരങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. എനിക്ക് പടം കണ്ടിട്ട് എന്താണെന്ന് തോന്നിയതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഏകദേശം 2.5 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം ഒരു ഡ്യൂറേഷനുള്ള മൂവിയാണ്. അതുപോലെ തന്നെ ഒരു കോമഡി ഡ്രാമയാണ്, പക്ക കോമഡി ഡ്രാമയാണ്. പക്ഷേ എനിക്ക് കണക്റ്റായി എന്നുള്ളത് ഞാൻ ഇപ്പോൾ ക്ലിയർ ആയി പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ പടത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല ഹൈ റേറ്റിംഗ് കൊടുത്തത് 8.9 അങ്ങനെ 3 ഒക്കെ ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ IMDb 8.9 ഒക്കെ ഉണ്ട്. ബട്ട് എനിക്ക് പടം മോശമൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് എനിക്കൊട്ടും കണക്റ്റ് ആയില്ല. ഞാൻ ഒരു 2.5 മണിക്കൂർ പടം കണ്ടു ഇറങ്ങിപ്പോകുന്നു. എനിക്ക് അത്യാവശ്യം അങ്ങനെ ഹ്യൂമർ അല്ലെങ്കിൽ കോമഡിന് അത്ര കണക്റ്റ് ആയില്ല. വിൻസി അലോഷ്യസിൻ്റെ കുറച്ച് സീനുകൾ മാത്രം എനിക്ക് അത്യാവശ്യം ഫീൽ ചെയ്ത് നല്ല തഗ്ഗടിച്ചു, അല്ലെങ്കിൽ നല്ലൊരു കോമഡി സീൻ, ഒരു ഹോസ്പിറ്റൽ സീനൊക്കെ ഉണ്ട്, അതൊക്കെ ഇഷ്ടമായി. പക്ഷേ ഇന്ദ്രജിത്ത്, അതുപോലെ ശ്രുതി രാമചന്ദ്രൻ, പിന്നെന്താണ് സർജാന ഖാലിദ് എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ ഇല്ല, അവരൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു സ്റ്റോറിയാണ്. ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്നേ പറയുള്ളൂ. അതുപോലെ ഈ പടത്തിൽ ജോണി ആൻ്റണി ഉണ്ട്, അതുപോലെ സിദ്ദീഖ് ഉണ്ട്, അതുപോലെ ബിന്ദു പണിക്കർ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനർ പോലത്തെ മൂവിയാണ്. പക്ഷേ പക്ക ഒരു ഫാമിലി എൻ്റർടൈനർ അല്ല. പടത്തിൻ്റെ മെയിൻ അരുൺ ബോസ് പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ ഡയറക്ടർ, അതായത് നമ്മുടെ ലൂക്കൊക്കെ ഡയറക്റ്റ് ചെയ്തില്ല. അതുപോലെ ഇതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കാണ്. വിദ്യാസാഗറിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല, ഒരു ലോങ് ലിസ്റ്റുണ്ട്. പടത്തിനെ കുറിച്ചൊരു പറയുകയാണെങ്കിൽ പടത്തിൽ പറയത്തക്ക സസ്പെൻസ് ഇല്ല. അതായത് പടം ഒരു ഫ്ലോയിൽ വരും, നമ്മളെന്താണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് എക്സാക്റ്റ്ലി അതൊക്കെയാണ് സംഭവിക്കുക. അതായത് പടത്തിൽ ലാസ്റ്റിക്ക് എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ പടം ഒരു എൻഡ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ആണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫാമിലി, അത് പറയത്തക്ക സീനോ അല്ലെങ്കിൽ ട്രാജഡി അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊഡിക്റ്റബിൾ ആണ് കേട്ടോ പടത്തിൽ. അതുപോലെ തന്നെ പടത്തിൽ എന്തൊക്കെ മിസ്സിങ് ഫീൽ ചെയ്യും നമുക്ക്. ഒട്ടും നമ്മൾ 2.5 മണിക്കൂർ കാണുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ മലയാളം മെയിനായിട്ട് പ്രഡിക്റ്റ് ചെയ്യും പല സീനുകളും. കുറേ വ്യക്തികൾ അങ്ങനെ ഉണ്ട്, അടുത്ത് എന്തെന്ന് ചിന്തിച്ച് കൂട്ടുന്നത്. ബട്ട് ഈ മൂവി പറഞ്ഞൊരു നോർമൽ മൂവിയാണ്. അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അധികം ബഡ്ജറ്റില്ലാതെ നോർമൽ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ചിട്ടുള്ളൊരു നോർമൽ മൂവി. അപ്പോൾ നമ്മൾ കാണുന്നവർക്കും അത് എക്സ്പെക്റ്റേഷനേ പാടുള്ളൂ. നമ്മളീ പടം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതൊക്കെ പോയിരുന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു തോട്ട്, അതായത് ഇത്ര ഒരു നോർമൽ മലയാളം പടമെന്ന് പറഞ്ഞെങ്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആവും. അല്ലാണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇത്രയും കാസ്റ്റൊക്കെ ഉണ്ട്, ഇതൊക്കെ കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ആവും. അപ്പോൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയത്തക്ക എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോണറിലല്ല പടം. ബട്ട് ഞാൻ കണ്ടു, എനിക്ക് മോശം ഫീൽ ചെയ്തില്ല. ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുള്ളൂ. കാരണം എൻ്റെ ടേസ്റ്റ് അല്ല നിങ്ങളുടെ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ചിലപ്പോൾ പടം പോയി കണ്ടു നോക്ക്. ഒരു നോർമൽ മലയാളം മൂവി, അതായത് ഒരു ചെറിയൊരു സ്റ്റോറി, അതൊരു 2.5 മണിക്കൂറിൽ അവർ ഇൻക്ലൂഡ് ചെയ്താൽ കുറേ ക്യാരക്ടേഴ്സ് വരുന്നു. ഫാമിലിയാണ്, കുറച്ച് ഫാമിലി സിറ്റുവേഷൻസും കാര്യങ്ങളും കാണിക്കുന്നു. പടം എൻ്റെ ചെയ്യുന്നു. ഫ്രഷ് തോട്ടാണെന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ ചിന്തിക്കത്തക്ക തോട്ടുകളൊന്നും എനിക്ക് അതിലധികം ഫീൽ ചെയ്തില്ല. എന്തായാലും നിങ്ങൾ പടം കണ്ടു നോക്ക്. പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്ക്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പോയി കാണുക, അല്ല അപ്പോൾ എന്തായാലും പറയാം. അതോടെ ഞാനിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.